തുടർന്നുള്ള കുറച്ച് സമയം നമുക്കൊരുമിച്ച് ഈ ദൈവത്തിൻ്റെ വചനം ഒന്ന് ധ്യാനിക്കാം. മുൻവിധിയൊന്നും വേണ്ട. അതിൻ്റെ കാരണം നമുക്ക് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപ് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നവർക്കൊക്കെ അക്കാലം മുതലേ കേട്ടുപരിചയമുള്ള വിഷയമാണ് ഈ നല്ല ശമരിയക്കാരൻ്റെ കഥ. കേട്ടു പഴകിയ ഒരു സന്ദേശത്തിൻ്റെ ആവർത്തനത്തിനല്ല ഞാനിവിടെ നിൽക്കുന്നത്. യേശു പറഞ്ഞ ഈ ഉപമയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഓർപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്തുതിപ്പിക്കാൻ സമയമെടുക്കുന്ന ഒരാളല്ല. എനിക്കതിനോട് ഇന്നും പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം ജോസ് ബേബി പാസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാനൊരു ഹല്ലേലൂയ പറയുന്നതെങ്കിൽ അതെൻ്റെ സ്വമേധ അല്ല. ഞാൻ സ്വമേധ പറയുന്നതല്ലല്ലോ. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് അതല്ല, സ്വമേധയാഗമാണ്. മറ്റൊരാളിൻ്റെ ആഹ്വാനമില്ലാതെ. അതല്ലേ ആരാധന. പക്ഷേ നമ്മുടെ ആരാധനാ രീതികൾ ഇന്ന് കൈവിട്ടു പോയിരിക്കുന്നു കാലപ്പഴക്കത്തിൽ. അതിലെനിക്ക് സങ്കടമുണ്ട്. ആ ആരാധന യാന്ത്രികമാണ്. അത് ശുശ്രൂഷകന് ഒരു പക്ഷേ തൻ്റെ സ്വയ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാവാം. ഞാനതിന് അങ്ങനെയുള്ളവരോട് വിരോധമൊന്നുമുള്ള ആളല്ല. പക്ഷേ ആരാധന അതല്ല. ആമേൻ. അതുകൊണ്ട് സ്തുതിപ്പിക്കാത്തത് കൊണ്ട് പറയാൻ വെച്ചിരിക്കുന്ന സ്തോത്രം വെറുതെ വെക്കരുത്. വചനത്തിലൂടെ ദൈവം ഇടപെടുന്നുണ്ടെന്ന് തോന്നുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മധുരമുള്ള ആരാധന ഈ യോഗത്തിലുണ്ടാവട്ടെ. സ്തോത്രം. ഈ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 42 ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അത് പഠന സൗകര്യാർത്ഥം നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 3 ഭാഗങ്ങളായിട്ട്. ഒന്ന്, പ്രബോധനാത്മകം അഥവാ ഡോഗ്മാറ്റിക് എന്ന് പറയും. 2, പ്രവചനാത്മകം അഥവാ പ്രൊഫറ്റിക് എന്ന് പറയും. 3, സാൻമാർഗികം മോറൽ എന്ന് പറയും. അപ്പോൾ പ്രബോധനാത്മകമെന്നും പ്രവചനാത്മകമെന്നും സാൻമാർഗികമെന്നും യേശുവിൻ്റെ ഉപമകളെ 3ആയിട്ട് തിരിക്കാം. യേശുവിൻ്റെ അത്ഭുതങ്ങൾ 35ആണ്. എനിക്ക് തോന്നുന്നു അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ യോഗത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ഒരു അത്ഭുതത്തെ ആസ്പദമാക്കി സംസാരിച്ചോ എന്നാണ് ഞാൻ സന്ദേഹിക്കുന്നത്. എനിക്കറിയില്ല, ഓർമ്മയില്ല. യേശു ചെയ്ത അത്ഭുതങ്ങൾ 35ആണ്. യേശു പറഞ്ഞ ഉപമകൾ 42ആണ്. ഈ അത്ഭുതങ്ങളെക്കാൾ ഉപമകൾക്ക് എണ്ണം കൂടാൻ കാരണം നമുക്കറിയാം, യേശുവിൻ്റെ ശുശ്രൂഷ രീതി എന്ന് പറയുന്നത് യേശു ഉപമകൾ കൂടാതെ ഒന്നും സംസാരിച്ചില്ലെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. അത് യേശുവിൻ്റെ സംവേദന രീതിയുടെ ഒരു മഹത്വപൂർണമായ പ്രത്യേകതയായിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാർക്കും കൂടെ അപഗ്രഥിക്കാൻ കഴിയും അളവിൽ യേശു തൻ്റെ സന്ദേശത്തെ പരമാവധി ലളിതവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് യേശു ഈ ഉപമകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഈ യേശുവിൻ്റെ ഉപമകളിലെ സാൻമാർഗികം എന്ന വിഭാഗത്തിൽപ്പെടുന്ന അഥവാ മോറൽ സാൻമാർഗികം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഉപമയാണ് ഈ നല്ല ശമരിയക്കാരൻ്റെ ഉപമയെന്ന് പറയുന്നത്.
ഞാൻ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, അധികം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. മനഃശാസ്ത്ര വീക്ഷണത്തിൽ ലോകത്തിലുള്ള മനുഷ്യരെ പല നിലകളിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു പഠനമെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സ്പീഡ് മോഷൻ, ദ്രുതഗതി പ്രകൃതക്കാർ. മറ്റൊരു പഠനമെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സ്ലോ മോഷൻ, മന്ദഗതി പ്രകൃതക്കാർ. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സ്ലോ വിറ്റഡ്, മന്ദഗതി പ്രകൃതം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ നമ്മൾ ഈ 3 പഠനം വെച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ഈ 3 ടൈപ്പ് ആളുകളും ഈ യോഗത്തിലുണ്ടാവും. ഇതിന് വേദപുസ്തകവുമായും ബന്ധമുണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. എന്നാൽ മറ്റൊരു പഠനത്തെയാണ് ഞാൻ ഈ ഭാഗവുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മറ്റൊരു പഠനമെന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ 3ആയി തിരിച്ചുള്ള വേറൊരു പഠനം. നിൻ്റേതെല്ലാം എൻ്റേത്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് എൻ്റേതെല്ലാം എൻ്റേത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. മൂന്നാമതൊരു ഗ്രൂപ്പുള്ളത് എൻ്റേതെല്ലാം നിൻ്റേത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരെ പഠിച്ചാലും ഈ 3 കൂട്ടർ ഇവിടെ കാണും. നിൻ്റേതെല്ലാം എൻ്റേത്, അതൊന്നും നമുക്ക് വിശദീകരിക്കാൻ നേരമില്ല. ഞാൻ ഈ ഉപമയിലേക്ക് ഈ മനഃശാസ്ത്ര പഠനത്തെ ഒന്ന് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സ്തോത്രം. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. അപ്പം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ മനസ്സിൽ ഇത് കിടക്കട്ടെ. നിൻ്റേതെല്ലാം എൻ്റേത് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പരമാവധി എന്തോ ആയാലും, നാടൻ ഭാഷ പറഞ്ഞാൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രകൃതം. നിങ്ങൾ ചിലരുടെ ചിരി കണ്ടിട്ട് നിങ്ങൾ ചിലർ അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം ചിലർ നമ്മളെ സ്നേഹിക്കുന്നത് തന്നെ അല്ലേ, ചിലർ നമ്മളോട് അടുക്കുന്നതും സ്നേഹിക്കുന്നതും അങ്ങനെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ്. എൻ്റെ 40 വർഷത്തെ സഭാ ശുശ്രൂഷയിൽ 40 വർഷം തികഞ്ഞത് ഈ 5-ാം തീയതി കേട്ടോ, ഈ കഴിഞ്ഞ ശനിയാഴ്ച. അതിൻ്റെ ഒരു സന്തോഷത്തിനും കൂടിയാണ് ഞാൻ ഈ രാജ്യത്തേക്ക് ഒരു 10 ദിവസത്തിന് വന്നത്. 40 ദിവസം തികഞ്ഞപ്പോൾ നാട്ടിൽ പ്രസംഗിക്കണ്ട, ഇവിടെ വന്നൊന്ന് പ്രസംഗിക്കാമെന്നൊരു ആഗ്രഹം. എൻ്റെ അനുഭവത്തിലും എനിക്കങ്ങനെ തന്നെ പറയാൻ പറ്റും. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റേതെല്ലാം എൻ്റേത് എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. ഞാൻ എല്ലാ വീട്ടിലും പോയി ചാപ്പാട് കഴിക്കും. നാട്ടിലെ കാര്യമായി ഞാനീ പറയുന്നത്. വിശേഷിച്ച് എറണാകുളം, ഞാൻ എറണാകുളം ജില്ലയിലാണ്. എല്ലായിടത്തും പോയി ചാപ്പാട് കഴിക്കും. ആര് വിളിച്ചാലും ഞാൻ പോവും, പാർട്ടിക്ക് പോവും. ഹലോ, ഈ ആഴ്ച ഫ്രീ ആണോ? അതെ. ഇന്നെവിടാ പോകുന്നത്? നമുക്ക് കാലിക്കറ്റ് നോട്ട് ബുക്കിൽ പോവാം. അവിടെയും പോവും. എല്ലായിടത്തും എവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് വിളിച്ചാൽ എല്ലായിടത്തും പോവും. ഞാൻ ആരെയും കൊണ്ടുപോകത്തില്ല. എൻ്റെ ഇന്ന് ഒരു ഖത്തർ റിയാൽ ഒന്ന് പുറത്തിറക്കണമെങ്കിൽ അത് ചർച്ച പിരിവിടുന്ന കാര്യത്തിലായാൽ പോലും അതാ. ചിലരെന്നെ കണ്ണു വീഴ്ച നോക്കൊണ്ട് ഫാസ്റ്റ് എങ്ങനെ അറിഞ്ഞെന്ന്. അതാണ് വേറൊരു കൂട്ടർ. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതെന്നെ തകർത്തൊരു ചിന്തയാകട്ടോ. അതാ നമ്മൾ ഇന്ന് കാരണം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്, ഈ ഉപമ. അപ്പോൾ ഈ ഉപമയെ എനിക്ക് കാലിക പ്രാധാന്യമായി ഒന്ന് അവതരിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഞാൻ ഈ 3 വർഷത്തിനിടയ്ക്ക് 5 സർജറി കഴിഞ്ഞ ആളാണ്. ഞാൻ ജോസ് പാസ്റ്ററോടത് ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹത്തോട് അഡ്വാൻസായി പറഞ്ഞത്, ഒരു ദിവസം ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അബ്നോർമലായി മറിഞ്ഞു വീണയാളാണ്. അപ്പം ഇന്നും ആ ട്രീറ്റ്മെൻറ്റ് തുടരുകയാണ് 5 സർജറിക്ക് ശേഷം. പക്ഷേ കർത്താവ് തന്നിരിക്കുന്ന കൃപ കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ രാജ്യത്ത് വെച്ച് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു സങ്കടവും ഇല്ല. കാരണം ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ എൻ്റെ കൺമുമ്പിൽ നിറവേറിക്കൊണ്ടായിരിക്കുന്നു.
എനിക്ക് ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് ആളുകളെ ഉണ്ടല്ലോ, അത് ഞാൻ കൊതിക്കുന്നൊരു കാര്യമാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് കൂട്ടം എന്ന് പറയുന്നത് എൻ്റേതെല്ലാം നിൻ്റേത്. അതിനൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ, ശമര്യക്കാരനൊന്നും പോരാ, ശമര്യക്കാരനെ വെച്ച പോരാ. അങ്ങനെ ഒരാളിനെ ഞാൻ കണ്ടത് ക്രൂശില. എൻ്റെ ജീവൻ പോലും അത് നിന്റേതാ. ഓ, ഞാൻ ഇവിടെ ആ കർത്താവിനെ സ്തുതിക്കാൻ എൻ്റെ ചോദ്യം അതാ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അതാ. ഇന്ന് ഓരോ ആശയങ്ങൾ പറഞ്ഞു വെച്ച് കൈ ഉയർത്തി ഒരെണ്ണം പറയാം, രണ്ടെണ്ണം പറയാം, പിന്നെ അടുത്തിരിക്കുന്ന ആളിൻ്റെ തോളെ തട്ടി പറയാം, മുഖത്തോട്ട് നോക്കി ചിരിച്ചോണ്ട് പറയാം. ഇതെന്നെ അംഗൻവാടിയാണ്. ഞാൻ ചോദിക്കുന്നത്, ദൈവമക്കളെ, ആരാധനയൊന്നും അങ്ങനെ വികലമാക്കരുത്. അതൊരു സ്റ്റൈലാണെന്ന് ആരും കരുതരുത്. എൻ്റെ ആശയങ്ങൾ ആളുകളുടെ ആത്മാവിനെ തൊടുന്നതല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. അതിന് ജനത്തെ ഇട്ട് കുഞ്ഞു കളിപ്പിക്കരുത്. അത് പാപ്പരത്വമാണ്. എൻ്റെ സന്ദേശത്തിന്റെ പ്രതികരണം ഞാൻ ഇങ്ങനെ ചോദിച്ചു മേടിക്കേണ്ടി വരുന്നത് എൻ്റെ പാപ്പരത്വമായിട്ട് കാണുന്നയാളാണ് ഞാൻ. നമുക്ക് അങ്ങോട്ട് പോകാൻ നേരം ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാളാണ് എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഓർക്കുമ്പോ, ഇന്ന് രാത്രി യോഗത്തിൽ ആ കർത്താവിന് എന്താ നമുക്ക് തരാൻ പറ്റാത്തത്? ജീവൻ വരെ തന്നവനാണ് നമ്മുടെ കർത്താവ് എങ്കിൽ, ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ 3 ചിന്തകൾ ഈ ഉപമയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പോവാ. എന്ന് പറഞ്ഞാൽ ഈ 3 ടൈപ്പ് ആളുകളെ, നിന്റേതെല്ലാം എൻ്റേത്, എൻ്റേതെല്ലാം എൻ്റേത്, എൻ്റേതെല്ലാം നിന്റേത്. നമുക്ക് ഈ ഉപമ അറിയാം. ഞാൻ അതുകൊണ്ടൊരു വലിയ മുഖവര പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. ഓടിച്ച് പറയാമേ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മുഖവര ഇതിനുള്ളത്. ഞാൻ നേരത്തെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. ഒരു ന്യായശാസ്ത്രി വന്ന് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ. അതൊക്കെ വിശദീകരിക്കേണ്ടതല്ലേ? ആൾ അറിയപ്പെടുന്നത് ആരായിട്ടാണ്? ന്യായശാസ്ത്രി. ന്യായപ്രമാണത്തിൽ ബിരുദമുള്ളവരാണ് അന്നത്തെ കാലത്ത് ന്യായശാസ്ത്രി. ന്യായപ്രമാണത്തിൽ ബിരുദമുള്ളയാളാണ്. യഹൂദൻ്റെ മതഗ്രന്ഥമായ ന്യായപ്രമാണത്തിൽ ബിരുദമുള്ളയാൾ. പക്ഷേ കക്ഷിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ വലിയ ഒരു ഡിഗ്രി കയ്യിലുണ്ടെന്നും പറഞ്ഞ് അത്യാവശ്യമുള്ളത് പോലും ആ വ്യക്തിക്ക് അറിയണമെന്നില്ല. ആരും വിഷമിക്കുകയൊന്നും ചെയ്യരുത്, ഡിഗ്രി ഉള്ളവരൊന്നും വിഷമിക്കരുത്. ഞാൻ ഈ വാക്യത്തിൽ ഒരു ന്യായശാസ്ത്രിക്ക് നിത്യജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ പാടില്ലെന്ന് പറയുന്നതിൻ്റെ വേദശാസ്ത്ര വെളിച്ചത്തിലുള്ള ആശയമാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ശാസ്ത്രീയ ബിരുദമുണ്ട് എന്ന് കരുതി എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണമെന്നില്ല. അതൊക്കെ ഒന്ന് അംഗീകരിച്ചാൽ നല്ലതാണ് കേട്ടോ. എനിക്കെല്ലാം അറിയത്തില്ല. ഞാൻ പറയും, എനിക്കെല്ലാം അറിയത്തില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല അറിവുള്ളവൻ്റെ ലക്ഷണം. പക്ഷെ നമ്മുടെ ആളുകൾ അതൊന്നും അങ്ങോട്ട്, എനിക്ക് അറിയത്തില്ലെന്ന് പറയാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ടി ജി ഉമ്മച്ചൻ അപ്പച്ചൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. IPCയിലെ പഴയ അദ്ദേഹം ആദ്യം ബ്രദറുകാരനായിരുന്നു, പിന്നെ IPC വന്നു. അദ്ദേഹം ഒരാഴ്ച എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചാണ്. 1-2 ആഴ്ച ഗസ്റ്റ് അധ്യാപകനായിട്ട് വന്ന്. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ടുള്ളവർക്കറിയാം. സാങ്കുട്ടിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജുബ്ബയുണ്ടെങ്കിൽ നമുക്കൊരു 3-4 പേർക്ക് ഷർട്ട് തയ്പ്പിക്കാം. അത്രയ്ക്കും വലിയ ശരീരമുള്ള. ഇത് ലൈവാണെന്ന് എനിക്കറിയാം, പിടിക്കുന്നുണ്ട്. വിളിച്ചാലും ജെയിംസ് ജോർജ് എന്നെ വിളിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ജുബ്ബ കഴുകിയാളാണ് ഞാൻ. ഞങ്ങളൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകരുടെ ഡ്രസ്സ് കഴുകണമായിരുന്നു. 17ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിൽ ചെന്നപ്പോൾ ഒരു തുണിയും വീട്ടിൽ കഴുകി ശീലിച്ചിട്ടില്ലാത്ത എൻ്റെ കയ്യിൽ അന്നത്തെ മോനിറ്റർ കൊണ്ട് തന്നത് ടി ജി ഉമ്മച്ചൻ അപ്പച്ചൻ്റെ ജുബ്ബായ. 17 വയസ്സേ എനിക്കുള്ളൂ. ആദ്യം കഴുകി അയലിട്ടിട്ട് ചെളി പോയില്ല, കാരണം അറിയത്തില്ലല്ലോ. മോനിറ്റർ വന്ന് കറങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ബാബു ഇത് ചെളി പോയിട്ടില്ല. ഞാൻ രണ്ടാമത് അത് പൊക്കാൻ വയ്യ, നനച്ചിട്ട്. ഒന്നാമത് കോട്ടൺ ജുബ്ബയാണ്. 17 വയസ്സല്ലേ ഉള്ളൂ. ഞാൻ പറയാം ഒരു കാര്യം. ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ വസ്ത്രം കഴുകി വചനം പഠിച്ചയാളാണ് ഞാൻ. എനിക്കത് ഞാൻ പറയും, ഇന്ന് മാറി മാറി വസ്ത്രം ധരിക്കുമ്പോൾ
ഓരോ രാജ്യത്ത് പോകുമ്പോൾ കിട്ടുന്ന നല്ല ബ്രാൻഡഡായ വസ്ത്രങ്ങൾ കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരും, എൻ്റെ അധ്യാപകൻ്റെ തുണി കഴുകിയതിന് എൻ്റെ ദൈവം എനിക്ക് കടക്കാരനായിരുന്നില്ല. പോട്ടെ, ആ ഭാഗം ഞാൻ വിടുന്നു. അദ്ദേഹം കുമ്മനാട്ട് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തോട് രാത്രിയിൽ ഒരു സ്റ്റുഡൻ്റ്, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് പഠിപ്പിച്ചത്, ഉമ്മച്ചനപ്പച്ചൻ. അദ്ദേഹത്തോട് രാത്രി ചെന്നൊരു സ്റ്റുഡൻ്റ് ചോദിച്ചു, അപ്പച്ചൻ ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നല്ല പഠിപ്പിച്ചത്. അപ്പച്ചൻ ലോത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് പഠിപ്പിച്ചു, പക്ഷേ ലോത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണെന്നൊന്നും അപ്പച്ചൻ പറഞ്ഞില്ല. അപ്പോൾ സംശയം ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് 10 മണി വരെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അപ്പം അപ്പച്ചൻ കിടന്നു, ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ച് കിടന്നു. അപ്പം 10 മണി കഴിഞ്ഞു. ഈ സ്റ്റുഡൻറ്റ് ചെന്നപ്പം 10:30 ആയി. 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണം. കഥകിന് മുട്ടി അപ്പച്ചൻ കയറി പോരാൻ പറഞ്ഞു. അപ്പച്ചൻ ഞാനൊരു സംശയം ചോദിക്കാൻ വന്ന, ലോത്തിൻ്റെ ഭാര്യയുടെ പേര് അപ്പച്ചൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അപ്പച്ചൻ ആരാ? ഭയങ്കര വേദജ്ഞാനിയാണ്. അപ്പച്ചൻ, ലോത്തിൻ്റെ ഭാര്യയുടെ പേര് ബൈബിളിൽ ഇല്ലല്ലോ, അതുകൊണ്ടാണ് അപ്പച്ചൻ പറയാഞ്ഞേ. പക്ഷെ അതാ ഞാൻ പറഞ്ഞു വന്നേ, എനിക്ക് അറിയത്തില്ലെന്ന് അപ്പച്ചൻ പറഞ്ഞില്ല. അപ്പച്ചൻ ചോദിച്ചു, സമയം എത്രയാടാ? 10:30 നീ എന്തിനാടാ ഈ 10:30 വല്ലോൻ്റെയും ഭാര്യയുടെ പേര് തിരക്കുന്നത്? അത് ഹ്യൂമറാ അല്ലേ? അത് ഹ്യൂമർ സെൻസ് ഉള്ളവർക്ക് അങ്ങനെ ഒരു ഉത്തരം. ഞാൻ അതിപ്പോൾ ഇവിടെ പറഞ്ഞ എന്തിനാണെന്നറിയാം, അതൊന്നും പറയാൻ ആശിച്ചതല്ല. ഈ എത്ര അറിവുള്ളവരും ചിലപ്പോൾ ഈ അറിയില്ല എന്ന് പറയാൻ മടിക്കും. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ ഒരാശയം കൂടെ പറഞ്ഞോട്ടെ. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു ആത്മാവിലൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്, നമ്മൾ ശരിയാണെന്ന് ധരിച്ചിരിക്കുന്ന ശരികൾക്കപ്പുറത്ത് ആയിരിക്കും ചിലപ്പോൾ ശരി. ആ തിരിച്ചറിവൊക്കെ എന്നെ ദൈവസന്നിധിയിൽ താഴാൻ പ്രേരിപ്പിച്ച ചിന്തകളാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരു രാജ്യത്ത് ഒരു ചെറുപ്പക്കാരന് മൃഗശാല ജോലി കിട്ടി. മൃഗശാലയിൽ അവന് ഭയങ്കര സന്തോഷമായി. ഒരു ഭയങ്കര മൃഗശാല, പേര് കേട്ട മൃഗശാല ജോലി കിട്ടി. ഈ ജോലി കിട്ടിയതിൻ്റെ 2ാമത്തെ ദിവസം ഈ ജോലിക്കാരൻ സിംഹത്തിൻ്റെ കൂട് തുറന്നു വിട്ടു. മൃഗശാല ജോലിക്ക് കയറിയതിൻ്റെ 2ാം ദിവസം. അപ്പോൾ ഈ മൃഗശാലയുടെ ഉടമസ്ഥൻ അറിഞ്ഞ ഈ വിവരം, സിംഹം കൂടിന് പുറത്താ. ജോലിക്കാരെല്ലാവരും ഇളകി ഇവനെ വിളിപ്പിച്ചു. ഈ മൃഗശാലയുടെ ഉടമസ്ഥൻ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. നീ സിംഹത്തിൻ്റെ കൂട് തുറന്നു വിട്ടു? അവൻ കൂളായിട്ട് പറഞ്ഞു, ഞാൻ തുറന്നു വിട്ടു. അതെന്തൊരു പണിയാണ് കാണിച്ചത്? അതിനെന്താ കുഴപ്പം? അവൻ ചോദിക്കുക. 2 ദിവസം അയാൾ ജോലിക്ക് കയറിയിട്ട് അതിന് എന്താ കുഴപ്പമെന്നോ? സാർ, ഒരു മനുഷ്യനും സിംഹത്തെ പിടിക്കത്തില്ല. ഒരു മനുഷ്യനും സിംഹത്തെ പിടിച്ചോണ്ട് പോവോ? കൊരങ്ങനെ പിടിച്ചോണ്ട് പോവുമായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ജീവികളെയൊക്കെ മനുഷ്യൻ പിടിച്ചു. സാർ, ഒരു മനുഷ്യനും, സാറിന് ഞാൻ ഗ്യാരണ്ടി തരാം, നമ്മുടെ മൃഗശാലയിലുള്ള ആരും സിംഹത്തെ പിടിച്ചോണ്ട് പോകത്തില്ല. ശരിയല്ലേ പുള്ളി പറഞ്ഞ്? പുള്ളി പറഞ്ഞത് കറക്റ്റാ. ഒരു മനുഷ്യനും സിംഹത്തെ പിടിച്ചോണ്ട് പോകത്തില്ല. അവൻ ആ കൂളായി നിന്ന് അവൻ പിടിക്കത്തില്ല, അവൻ ഗ്യാരണ്ടി പറഞ്ഞു. അപ്പൊ ഈ ഉടമസ്ഥൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, സിംഹം മനുഷ്യനെ പിടിച്ചാലോ? അവൻ ഉത്തരവില്ല. അവന് ഈ ചെറിയാൻ എന്നാണോ അദ്ദേഹത്തിൻ്റെ പേര്, തിരുവല്ലക്കാരനൊരു CSE എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ച എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നൊരു കാര്യം ഇത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അത് ജീവിക്കാൻ, ചിന്തിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ്. തിരുവല്ല CSE കയറുമ്പം അങ്ങനെയുള്ള ജീവിക്കാൻ, ചിന്തിക്കാൻ എന്ന് പറഞ്ഞാൽ അപ്പം ഈ പേര് തന്നെ നോക്കി ഒരു പുസ്തകം മേടിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ അവിടെ കാണും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവൻ പറഞ്ഞത് ശരിയാ, മനുഷ്യൻ സിംഹത്തെ പിടിക്കത്തില്ല. പക്ഷേ അതിനപ്പുറത്തൊരു ശരിയുണ്ട്, സിംഹം മനുഷ്യനെ പിടിക്കും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നിൽക്കുന്നത് ശരികളിലാണ്, നമ്മൾ പറയുന്നതും ശരികളാണ്. പക്ഷെ നമ്മുടെ ശരികൾക്കപ്പുറത്ത് ഒരു ശരിയുണ്ടെങ്കിൽ ആ ശരിയല്ലേ നമ്മൾ അറിയേണ്ടത്, ആ ശരിയിലേക്കല്ലേ നമ്മുടെ ജീവിതം പോകേണ്ടത്.
ആ ശരികളിലല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. എന്തുകൊണ്ടാ നമ്മുടെ സഭകളിൽ ഇത്രയും കാലമായിട്ട് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ? എന്താ സഭകളിൽ ഉണർവുണ്ടാകാത്തത്? നമ്മൾ നമ്മുടെ ശരികളിൽ നിൽക്കുകയാണ്. ആ ശരികൾക്കപ്പുറത്താണ് ദൈവത്തിൻ്റെ ശരിയെങ്കിൽ അങ്ങോട്ടൊന്ന് പോകാൻ നോക്കിക്കേ, അങ്ങോട്ടൊന്ന് കയറാൻ നോക്കിക്കേ. നമുക്ക് തടയാൻ പറ്റാത്ത ആത്മശക്തിയുടെ പ്രവാഹവും ഉണർവും ആമേൻ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു ന്യായശാസ്ത്രിയെ വിട്ടു, നമുക്ക് ആ വിവാഹം വിടാം. അപ്പം ന്യായശാസ്ത്രിയോട് കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ കർത്താവ് അവനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് നീക്കട്ടെ. അതിന് മുൻപൊരു കാര്യം യേശു പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഉത്തരത്തിൽ നിന്നാണ് ഈ ഉപമ ഉണ്ടായത്. യേശു പറഞ്ഞ ഈ ഉത്തരത്തിൽ നിന്നാണ് ഈ ഉപമ ഉണ്ടായത്. കാരണം യേശുവിനോട് അവൻ ചോദിച്ചു, കൂട്ടുകാരൻ ആരാണ്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ന്യായശാസ്ത്രിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ എന്താണെന്നും അറിയത്തില്ല, രണ്ട് കൂട്ടുകാരൻ ആരാന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ആരുമായിട്ടും ഫ്രണ്ട്ഷിപ്പില്ല, ആരുമായിട്ടും കമ്പനി കൂടത്തില്ല, സുഹൃത്തുക്കളില്ല. അപ്പം അതാണ് ചോദ്യം. ഇവിടെ യേശു പറയുന്നത് ഇവിടെ ആ ബന്ധങ്ങളെക്കുറിച്ച് ഒരു പദം പറഞ്ഞോട്ടെ. നീ ദൈവത്തെ സ്നേഹിക്കണം, ചുരുക്കി പറയാം. രണ്ട്, കൂട്ടുകാരനെ. പക്ഷെ അവിടെ ഒരു ക്ലോസ് പറഞ്ഞു, കൂട്ടുകാരനെ എങ്ങനെ സ്നേഹിക്കണം? അപ്പം മൂന്ന് ചിന്തയുണ്ട് അവിടെ. നീ നിന്നെയും സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് യേശു പറഞ്ഞ അഥവാ ബന്ധങ്ങൾക്ക്, അതാണ് മൂന്ന് ബന്ധങ്ങളുടെ കഥ യേശു ഇവിടെ പറയും. യേശു ഇവിടെ അവതരിപ്പിക്കും. ഞാൻ അങ്ങനെയാണ് ഈ മനഃശാസ്ത്ര പഠനത്തിലെ മൂന്ന് ശാഖകൾ ഈ ഉപമയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കൊരു നിയോഗം ലഭിച്ചത് അങ്ങനെയാണ്. യേശു പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം, നീ നിന്നെ തന്നെ. നമുക്ക് അവിടെ നിന്ന് നിൽക്കാൻ നേരമില്ല, അതിനൊക്കെ നല്ല ഉത്തരങ്ങളുണ്ട്. അപ്പം മൂന്ന് ബന്ധങ്ങളല്ലേ? ദൈവവുമായുള്ള ബന്ധം, കൂട്ടുകാരനുമായുള്ള ബന്ധം, മൂന്ന് എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധം. എനിക്ക് എന്നെക്കുറിച്ചൊരു മതിപ്പ് വേണ്ടേ? നമുക്ക് ആ ഭാഗം പെടാം. അപ്പൊ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ച ചോദ്യത്തിന് യേശു പറഞ്ഞ ഉപമയാണ് നമ്മൾ ഈ ഭാഗത്തെ വായിക്കുന്നത്. ഇനി വായിക്കണ്ട, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗം വേഗം ഞാൻ ഈ ഭാഗം പറഞ്ഞു വരാം, അറിയാവുന്ന കാര്യമായതുകൊണ്ട്. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ഒരു യാത്രക്കാരൻ്റെ ഉപമയാണ് യേശു പറയുന്നത്. യെരൂശലേം എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലുള്ള സ്ഥലമാണ് യെരൂശലേം, സമുദ്രനിരപ്പിൽ നിന്ന്. യെരിഹോ ആകട്ടെ സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരമേ ഉള്ളൂ. അപ്പോൾ യെരൂശലേമിനെ അപേക്ഷിച്ച് യെരിഹോ ഭൂമിശാസ്ത്രപരമായി 1000 അടി താഴ്ചയിലാണ്. അപ്പോൾ സ്വാഭാവികമായി നമുക്കത് കേൾക്കുമ്പോൾ അറിയാം, യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള യാത്ര പൂർണ്ണമായി കടുംതൂക്കായ പാതയാണ്. ആ വഴി അത്ര സുഗമമായ പാതയല്ല, കടുംതൂക്കായ പാതയാണ്. പാറക്കെട്ടുകളും വഴിയുടെ ഇരുഭാഗങ്ങളിലായി പാറക്കെട്ടുകളും മറവിടങ്ങളുമൊക്കെ ഉള്ള ഒരു പാതയാണത്. അതുകൊണ്ടാണ് ഈ കള്ളന്മാരെ ദൂരെ കൂട്ടി കാണാൻ ഈ യാത്രക്കാരന് കഴിയാതെ പോയത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളായ കഥയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം പക്ഷെ ഇതിനകത്തുനിന്ന് എന്നോട് ദൈവം പറഞ്ഞ, എന്നെ പഠിപ്പിച്ചൊരു ചിന്ത ഞാൻ പറയട്ടെ. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇത്രയും താഴേക്ക് ഒരാൾ പോകുന്നു എന്ന് പറയുന്നത് ആത്മീയതയിൽ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ
സ്പിരിച്വൽ ഗ്രാഫ് ഒന്ന് അളന്നാൽ താഴോട്ട അല്ലേ? ഈ 2025 നമ്മളൊക്കെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയ കാലം മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ആത്മീയതയെ ഈ ആശയവുമായി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഗ്രാഫ്, ആമേൻ, നമ്മൾ വളർന്നോ? ഞാൻ അവിടെ നമുക്ക് നിൽക്കാൻ നേരമില്ല. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, എൻ്റെ വൈഫ് എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇത്രയും വർഷത്തെ സീനിയോറിറ്റി ഒക്കെ ആയില്ലേ, നിങ്ങൾ ഈ സ്റ്റേജിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒച്ച വെക്കുകയും നിങ്ങൾ ഓരോരുത്തരെ കണ്ടില്ലേ ശാന്തമായിട്ടിരിക്കുന്നതെന്ന്. അപ്പം എൻ്റെ വൈഫിൻ്റെയൊക്കെ അകത്ത് കഴിക്കുന്നത് കുറച്ച് പ്രായവും സീനിയോറിറ്റിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇരുന്നോണം? അല്ല, അങ്ങനെയാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത്. വിശേഷിച്ച് പിന്നെ ഒരു പദവിയും കൂടെ കൈ കിട്ടിയാൽ പിന്നെ കസേരയെന്ന് കാലെടുക്കത്തില്ല, അല്ല കൈയെടുക്കത്തില്ല. എടുക്കുമോ? ഇവിടെ ഇങ്ങനത്തെ കസേരയാണല്ലോ, നന്നായി. നാട്ടിലെല്ലാവർക്കും കൈയുള്ള കസേരയാ. 2 കൈയും 2 ഇടത്ത് വെക്കും, അനക്കത്തില്ല, കൈ അടിക്കത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ പണ്ട് കുറേ അടിച്ചതാണ്. അപ്പം കൈയടിച്ചും ആരാധിച്ചും ഞങ്ങൾ ഓൾറെഡി റിട്ടയർ ആയവരാണ്. അപ്പോൾ റിട്ടയർമെൻ്റ് എടുത്തവരാണ്. പിന്നെ ആര് കൈയടിക്കണം? അത് ഈ അടുത്ത കാലത്തൊക്കെ വന്നവരൊക്കെ ഹല്ലേലൂയ, അങ്ങനെ കുറേ എണ്ണം നമ്മുടെ ഇടയിൽ കിടപ്പുണ്ട്. ആർക്ക് വേണം അവിടെ കാണും, കിടക്കട്ടെ. ആമേൻ. ചില വിചാരിക്കുന്ന അത് ഏതാണ്ട് ക്രെഡിറ്റ് എന്നാ, വേറും വൃത്തികേടാ. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇത് നോട്ട് ചെയ്യും. സ്തോത്രം. അവരൊക്കെ ദാവീദിനോടൊക്കെ ക്ഷമ ചോദിക്കണം. പദവി കിട്ടിയപ്പോഴാ പുള്ളി ചാട്ടം തുടങ്ങിയത്. അർഹിക്കാത്ത പദവി കിട്ടുമ്പോ, ആഗ്രഹിക്കാത്ത നന്മ കിട്ടുമ്പോ നമ്മുടെ ആരാധനയുടെ ഗ്രാഫ് വർദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ ശമ്പളത്തിന്റെ സ്കെയില് മാറുന്നെങ്കിൽ നിന്റെ ആരാധനയുടെ ശബ്ദം കൂട്ടിക്കോണം, കയ്യടിയുടെ ശബ്ദം കൂട്ടിക്കോണം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തവനാണ് നമ്മുടെ ദൈവമെങ്കിൽ, ആമേൻ. നമുക്കവിടെ നിൽക്കാൻ നേരമില്ല. ഞാനും എൻ്റെ വൈഫിനോട് പറഞ്ഞതാ, 17ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി 8ഉം പൊട്ടും തിരിയാത്തൊരു പ്രായം 20ാമത്തെ വയസ്സിൽ 13 കുടുംബങ്ങളുള്ളൊരു സഭയുടെ ചാർജ് എടുത്തു. 40 വർഷം സഭാ ശുശ്രൂഷയിൽ കഴിഞ്ഞ് പിന്നിടുന്നു. പലപ്പോഴും മനസ്സ് മടുത്തിട്ടുണ്ട്. ഈ 3 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം വെന്റിലേറ്ററിലായി. 7 മാസം മുൻപ് എല്ലാവരോടും യാത്ര പറഞ്ഞതാ. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ ശബ്ദം കുറയ്ക്കാൻ പറ്റും? സീനിയോറിറ്റി കൂടുന്നതിനനുസരിച്ച്, നന്മ വർദ്ധിക്കുന്നതിനനുസരിച്ച് ശബ്ദം കൂട്ടണം, പ്രാർത്ഥന കൂട്ടണം, ആരാധനയുടെ പവർ കൂട്ടണം. രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് വിവേചിക്കുന്നു. കൈകാലുകൾ അനക്കാതെ, തൊണ്ട എടുക്കാൻ കഴിയാതെ അനേകർ തളർന്നു കിടക്കുമ്പോ നമ്മെ ഇത്രത്തോളം മാനിച്ച ദൈവത്തിന് ഞാൻ ഈ സന്ദേശം പഠിച്ചപ്പോ ഞാൻ തീരുമാനമെടുത്തു, ഗ്രാഫ് എനിക്ക് ഈ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്കുള്ള ആ താഴ്ച ഭയങ്കര, ഗ്രാഫ് കൂട്ടണം, പ്രാർത്ഥന കൂട്ടണം കേട്ടോ, ആരാധനയുടെ പവർ കൂട്ടണം. കാരണം ദൈവം ഒന്നും കുറച്ചില്ല നമുക്കവിടെ നിൽക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മേഖലയാണ്. ഞാൻ ഈ പഴയ നിയമത്തിലെ ദാവീദിനോടും ചോദിക്കും എന്തിനാ ചാടിയെന്ന്. പുതിയ നിയമത്തിലെ ആ 40-കാരൻ പള്ളി കയറി, പത്രോസും തുള്ളിയില്ല, യോഹന്നാനും തുള്ളിയില്ല. കാരണം അവരൊക്കെ മിനിസ്ട്രി ഉള്ളവരാ. അവരൊക്കെ മരിച്ചവരെ വരെ ഉയർപ്പിച്ചിങ്ങനെ അങ്ങനെ ഭയങ്കര സ്റ്റൈൽ മിനിസ്ട്രി ഉള്ളവർ. അവരൊന്നും അങ്ങനെ ചാടുകയില്ല, പക്ഷെ അവർ ചാടിക്കും. എന്താ പറയുക, ഞാൻ ആരാധിക്കത്തില്ല, ഞാൻ സ്തുതിക്കത്തില്ല, പക്ഷെ ഞാൻ എഴുന്നേറ്റാൽ വേറെ പണി നോക്കണം പോയി. അത് ചിലരുടെ ഒരു വൃത്തി. ഞാൻ ആരാധിക്കുന്നവനല്ലെങ്കിൽ ഞാൻ എന്തിനാ ആരാധിപ്പിക്കുന്നത്? പോട്ടെ ആ ഭാഗമൊക്കെ വിട്ടു. അപ്പോ
ഇവൻ താഴോട്ട് പോയി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കള്ളന്മാരെന്താ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ വഴിയിൽ പതിയിരിപ്പുണ്ട്. നമ്മളൊക്കെ യാത്രക്കാരാണേ. ഈ യാത്രയിൽ പതിയിരിപ്പുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ വഴിക്ക് രക്തവഴിപ്പാത എന്ന് പറയും. രക്തവഴി പാത എന്നാണ് ഈ വഴിക്കിട്ടിരിക്കുന്ന പേര്. അപ്പം കടുന്തൂക്കായ ഈ വഴിയിൽ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അപ്പോൾ പതിയിരിപ്പുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമ്മുടെ വഴി യാത്രയിലുണ്ടാവും. ഞാൻ ആ പദം എഴുതാൻ കാര്യം എന്താണെന്നറിയോ? എൻ്റെ അനുഭവമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു രോഗമാണ് എൻ്റെ ശരീരത്തിൽ ഞാനിപ്പോൾ വഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ദൈവാത്മാവ് തന്നൊരു ചിന്തയാണത്. അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. നമ്മളതിൽ അകപ്പെട്ടു എന്ന് വരും. ഇനി എന്താ കള്ളന്മാർ ചെയ്തത്? അവർ അവനെ വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടിട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സുകാരൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഈ ചരിത്രത്തിൽ അങ്ങനെ, ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. യെരിഹോ എന്നൊരു ബിസിനസ് കേന്ദ്രമാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയാണ് ഈ ട്രിപ്പ്. പക്ഷേ വസ്ത്രം വരെ അഴിച്ചു എന്ന് പറഞ്ഞാൽ അവൻ എവിടെയെങ്കിലും പൈസ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ അവൻ്റെ വസ്ത്രം വരെ അഴിപ്പിച്ചു. അവൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവൻ കള്ളന്മാർ അപഹരിച്ചു. ശ്രദ്ധിച്ചേ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചിന്ത ഇവിടെ കണക്റ്റായി. നിൻ്റേതെല്ലാം എൻ്റേത്. മനസ്സിലായോ? കള്ളൻ ഈ യാത്രക്കാരൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ ആരുടെ കയ്യിലായി? കള്ളന്മാരുടെ കയ്യിലായി. അപ്പം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തും അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ബൈബിൾ വീക്ഷണത്തിൽ ഏത് പേരിൻ്റെ കീഴിലാണ്? ഹല്ലേലൂയ. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു അല്ലേലേ ഞാൻ പ്രതീക്ഷിച്ചതാ. സ്തോത്രം. അത്രയും പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം. അപ്പോൾ അവർ കള്ളന്മാരെന്ന ആ പേരിൻ്റെ കീഴിലാണ്. ആ ഭാഗത്തെ വിടാം. രണ്ടാമത്തെ ഗ്രൂപ്പ്, ആ വഴി ഒരു പുരോഹിതനും, അവിടെ നിന്ന് നമുക്ക് നിൽക്കാൻ തരമില്ല, പുരോഹിതനും ലേവ്യനും വന്നു. നിങ്ങൾ നോക്കി, അതൊത്തിരി വിശദീകരിക്കേണ്ട. കാരണം യേശുവിൻ്റെ പുതിയ നിയമകാലത്ത്, അന്നത്തെ കാലത്ത് തന്നെ 1000 പുരോഹിതന്മാരുണ്ട്. യേശു പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് തന്നെ 1000 പുരോഹിതന്മാരുണ്ട്. അത് പഴയ നിയമത്തിലേക്ക് പോയി ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ പുസ്തകത്തിൽ നിന്നൊക്കെ പുരോഹിതന്മാരുടെ കൂറുകളെക്കുറിച്ചും കൂറിൻ്റെ ക്രമപ്രകാരം ലൂക്കോസ് 1-ലില്ലേ, അതൊക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേ നമുക്കങ്ങനെ നിൽക്കാൻ നേരമില്ല. അപ്പോൾ അവർക്ക് ചീട്ടുണ്ട്, ഓരോ ക്രമം അനുസരിച്ച്. അപ്പം അന്നത്തെ ചീട്ട് വീണ പുരോഹിതന്മാർ അവർ ശുശ്രൂഷയ്ക്ക് പോവുക. എവിടേക്ക്? ആലയത്തിലേക്ക് പോവുക. അപ്പോൾ അവിടെ അത് വേറൊരു ചിന്തയല്ലേ എന്ന് പറഞ്ഞാൽ ഇവരെ. അപ്പോൾ യെരുശലേമിൽ നിന്ന് അധികം വിട്ടില്ലേ ഇവർ, ഈ യാത്രക്കാരൻ. കാരണം ഈ പുരോഹിതന്മാരെങ്ങോട്ട് പോകുന്നവരാണ്? അവർ യെരുശലേമിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ കടുന്തൂക്കായ പാത അങ്ങോട്ട് കയറ്റമാണ്. കയറി വേണം പുരോഹിതന്മാർ പോകാൻ. നമുക്ക് ആ ഭാഗമെല്ലാം വിടാം. എന്തായാലും പുരോഹിതന്മാർ ഇവനെ കണ്ടെന്ന് എഴുതിയേക്കുന്നത്. ഇവർ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. ഇവർക്ക് നമ്മുടെ ഭാഷ പറഞ്ഞ പ്രോഗ്രാമുണ്ട്. പ്രോഗ്രാമിന് പോകുന്ന വഴിക്കാണ് ഒരു മനുഷ്യനെ വഴിയിൽ കണ്ടത്. നിങ്ങൾ നോക്കി, അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അവർ അവനെ കണ്ടിട്ട്, എനിക്ക് ആ പദം ഉണ്ടല്ലോ, എൻ്റെ ചങ്ക് കീറുന്നൊരു പദമാണ്, മാറിക്കടന്നുപോയി. ആരാ? ശുശ്രൂഷയുള്ളവൻ. നിങ്ങളുടെ മനസ്സിൽ ആ ആശയം വരുന്നുണ്ടോ? ലേവ്യനും പുരോഹിതനും ഇവർ ആരാധിക്കുന്നവരാണ്, ഇവർ ശുശ്രൂഷിക്കുന്നവരാണ്, അവർ ലിസ്റ്റിലുള്ളവരാണ്. അന്നത്തെ ശുശ്രൂഷകന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ഇവർ രണ്ടുപേരും ശുശ്രൂഷകന്മാരുടെ ലിസ്റ്റിലുണ്ട്. പക്ഷേ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്നവനെ കണ്ടിട്ട് ആ പദമാണ് നമ്മുടെ ചങ്കെ തൊടുന്നത് അല്ലേ? മാറിക്കടന്നുപോയി. അപ്പോ ബൈബിൾ വീക്ഷണത്തിൽ ബൈബിൾ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? യാഗത്തിലല്ല, കരുണയിലത്രേ ദൈവം. ശ്രദ്ധിച്ചേ. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷയിലാണോ ദൈവത്തിന് പ്രസാദം, അതോ കരുണയിലാണോ? ആവശ്യത്തിലിരിക്കുന്നവനെ കണ്ടിട്ട്
എന്റെ മനസ്സലിയുന്നില്ലെങ്കിൽ, എനിക്ക് കരുണ കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എന്റെ കയ്യടി ഉണ്ടല്ലോ അത് 1 മണിക്കൂർ നീണ്ടു നിന്നാലും, എന്റെ പ്രാർത്ഥന വെളുപ്പാങ്കാലം വരെ നീണ്ടു നിന്നാലും ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. ദൈവമക്കളെ, ആരാധനയേക്കാൾ വലുത് കരുണയാണ്. ആമേൻ, ആമേൻ. നമുക്ക് കരുണയുള്ളവരാകാം, മനസ്സലിവുള്ളവരാകാം. സഭ നോക്കരുത്. എൻ്റെ വീക്ഷണം അത്. ഞങ്ങൾ ട്രൈബൽസിൻ്റെ ഇടയിൽ എല്ലാ വർഷവും പോകുന്നവരാണ്. ഈ ഒരു എൻ്റെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞ് ഞാൻ വെന്റിലേറ്ററിൽ കിടന്ന ശേഷം 3 മാസത്തിന് മുൻപ്, അന്ന് എനിക്ക് ബ്ലസ്സിനെ വിളിക്കാൻ പറ്റില്ല. ബ്ലസ്സിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ആക്റ്റീവാണ്, വിളിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ആദ്യം ആഗ്രഹിച്ചിരുന്നു ഞങ്ങളിങ്ങനെ എന്ന് പറഞ്ഞാൽ 60 കുഷ്ഠരോഗികളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തില്ല, പക്ഷേ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യം പോയി. അവർക്ക് ബിരിയാണിയൊക്കെ, അവരുടെ ഇടയിൽ വെച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പം ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് വരും, എന്നെ കളഞ്ഞേക്കും, എന്നെ ഒഴിവാക്കിയേക്കും. പക്ഷേ എന്താ പറയുക, ഈ വചനം, നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇടയിലെ പ്രശ്നം. നമ്മുടെ ഈ കോടികൾ മുടക്കിയൊക്കെയല്ലേ നമ്മുടെ സ്റ്റേറ്റ് കൺവെൻഷനൊക്കെ നടത്തുന്നത്. ഞാൻ IPC ഒരു ഭാഷ, സ്റ്റേറ്റ് കൺവെൻഷൻ, ജനറൽ കൺവെൻഷൻ, ഒന്നും സംഭവിക്കുന്നില്ല. 21 ദിവസം ഉപവാസം, ഒന്നും സംഭവിക്കുന്നില്ല. പിണങ്ങിയിരിക്കുന്നവരിപ്പോഴും. എങ്ങനെ ഉണ്ടായിരുന്നു കൺവെൻഷൻ? മീറ്റിംഗ് ആയിരുന്നു. ഇപ്രാവശ്യത്തെ കോയർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പവറായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ഫയറായിരുന്നു. സ്റ്റേജിൽ ഇരിക്കുന്ന പലരും തമ്മിൽ കൈ കൊടുക്കുന്നവരല്ല. അതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കേസാ. ഞാൻ പറയുന്നത്, എന്താ നമ്മുടെ കേരളം ആത്മീയത്തിൽ പച്ച പിടിക്കാത്തത്? ആമേൻ. നമ്മുടെ ഗ്രാഫ് താണുപോയി പ്രിയപ്പെട്ടവരെ. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. നാട്ടിൽ വരുമ്പോഴേ ഒരു ട്രിപ്പൊക്കെ വെക്കുക വയനാട്ടിൽ. നിങ്ങൾക്കറിയാം, 1200-ലധികം ഗ്രാമങ്ങൾ വയനാട്ടിൽ ഇനിയും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. എല്ലാവർക്കും വടക്കേ ഇന്ത്യ മതി. വടക്കേ ഇന്ത്യ 100 കണക്കിന് സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കസിൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 1200-ലധികം ഗ്രാമങ്ങൾ വയനാട്ടിൽ ഇനിയും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലെന്ന്. ഞാൻ ചെയ്ത കാര്യം പറഞ്ഞു എന്നുള്ള ചിന്ത വരരുത് എനിക്ക്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഒരിക്കലും. പണ്ടൊരു അച്ഛൻ നന്ദി പറയാൻ നിന്നപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞു. പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ്, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാംകുട്ടി ബ്രദറായ എനിക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളു. അങ്ങനെ ചില ബ്രദർമാരുണ്ട് നമ്മുടെ ഇടയിൽ. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇടയിൽ പൊന്നച്ചന്മാരും പൊങ്ങച്ചന്മാരും ഉണ്ട്. നമുക്ക് സങ്കടമായി എഴുന്നേറ്റ് നിന്ന്. നമ്മുടെ നാട്ടിലെ ഭാഷ പറയും, എന്നാ തള്ളുന്നത്. അമ്മേ, ഈ ഭയങ്കരമായിട്ട് തള്ളുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ രീതി തന്നെ എന്താ, അടുത്തിരിക്കുന്ന ആൾ തോണ്ടിയിട്ട് പറയും, രാവിലെ പുള്ളി പുട്ട് കഴിച്ചതാ. കാരണം പുട്ടാണല്ലോ നമ്മൾ. അപ്പം അങ്ങനെ ചിന്തിക്കരുത്. ഒരു ഗ്രാമം, കാട്ടിലെ ഒരു ഗ്രാമം, 18 കുടുംബങ്ങളുള്ള ഒരു ഗ്രാമം, നമ്മുടെ സഹോദരന്മാരെ കൊണ്ട് നമ്മൾ ദത്തെടുപ്പിച്ചു. അവർക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ കറണ്ട് എത്തിച്ചു. കാട്ടിലൂടെ അവരുടെ നടപ്പാതയ്ക്ക് ടൈല് വിരിച്ചു. ടൈല് പറഞ്ഞാൽ ഈ കല്ല് വിരിച്ചു കൊടുത്തു. ആ 18 കുടുംബവും ഇന്ന് കർത്താവിൻ്റെ ദാസൻ ബിജു ജേക്കബിൻ്റെ ചർച്ചിലെ വിശ്വാസികളാണ്. കാരണം അവിടെയൊക്കെ ചെന്ന് നമ്മൾ വേദശാസ്ത്രമൊന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അവരോട് പ്രവൃത്തിയിലൂടെയാണ് യേശുവിനെ കുറിച്ച് പറയേണ്ടത്. ഞാൻ പറഞ്ഞു വന്ന എന്തിനാണെന്നറിയോ, വചനം കൂടുതൽ പഠിക്കും തോറും നമ്മൾ പണിയപ്പെടണം. നമ്മുടെ കരുണ വർദ്ധിക്കണം, മറ്റുള്ളവരോടുള്ള സ്നേഹവും മനസ്സലിവും വർദ്ധിക്കണം. അല്ലാത്ത ആത്മീയതയൊക്കെ വെറും പൊളിയാണ് പ്രിയപ്പെട്ടവരെ, വെറും അഭിനയമാണ്. കരുണയിലേക്ക്. അപ്പൊ ഇവർക്ക് വലുത് കരുണയേക്കാൾ ഇവർക്ക് വലുത്, സ്നേഹത്തെക്കാൾ ഇവർക്ക് വലുത് യാഗമായിരുന്നു. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എനിക്കിന്നും അറിയാൻ വയ്യാത്ത കാര്യം അതാ. നമ്മൾ ചില സഭകളിൽ പോകുമ്പോൾ നമുക്കറിയാം, ഒരാത്മീയ അന്തരീക്ഷമില്ല സഭകളിൽ. എന്താ കാര്യം എന്നറിയാവോ? പരസ്പരം സ്നേഹമില്ലാത്ത പലരും അവിടെ ഇരിപ്പുണ്ട്. ഒരാളൊരു നന്നായിട്ട് പാട്ടുപാടിയാൽ അടുത്ത പാട്ടുകാരൻ ആ പാട്ടുകാരനെ ഇഷ്ടമല്ല. ഹല്ലേലൂയ. ഒരു ഉപദേശി നന്നായിട്ട് പ്രസംഗിച്ചാൽ അടുത്ത പ്രസംഗകൻ ഈ പ്രസംഗകനെ ഇഷ്ടമല്ല. ഒരു സഹോദരി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ വേറെ പ്രാർത്ഥിക്കുന്ന സഹോദരിക്ക്
ഇതൊന്നും ഞാനിത് പറയുമ്പോൾ ഈ നിശബ്ദത എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ആമേൻ. സ്നേഹം. സ്നേഹത്തെക്കാൾ വലുതല്ല യാഗം, കരുണയേക്കാൾ വലുതല്ല ശുശ്രൂഷ. അവിടെ നമുക്ക് നിൽക്കാൻ നേരമില്ല. അപ്പോൾ ഇവരേത് ഗ്രൂപ്പിൽ പെടും? എൻ്റേതെല്ലാം എൻ്റേത്, എൻ്റെ ഉടുപ്പേൽ. കാരണം ഇവൻ മരിച്ചവനെ പോലെ കിടക്കുന്നത്, അർത്ഥപ്രാണനാണ്. അപ്പം ഞാൻ അവനെ പോയി എടുത്താൽ, തൊട്ടാൽ ഞാൻ അശുദ്ധനാകും. അതാണ് അവർ ചിന്തിച്ചത്. ന്യായപ്രമാണപ്രകാരം അവനെ കണ്ടിട്ടൊരു ഡെഡ് ബോഡിയാണ്. അപ്പം ഒരു പുരോഹിതൻ ഒരു ശവശരീരത്തെ തൊട്ടാൽ 7 ദിവസം അശുദ്ധനായിരിക്കണം. അപ്പം ഈ പ്രമാണമാണ് ഇവരുടെ മനസ്സിൽ കയറിയത്. തൊട്ടാൽ ഞാൻ അശുദ്ധനാകും, അശുദ്ധനായാൽ ശുശ്രൂഷ മുടങ്ങും. അപ്പോൾ അവർക്കൊരു ജീവനേക്കാൾ വലുത്, കണ്ടോ, അവർക്ക് ജീവനേക്കാൾ വലുത് പ്രമാണമായിരുന്നെന്ന്. ഞാൻ ചോദിക്കട്ടെ, പ്രമാണത്തിന് വേണ്ടിയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? നോ, മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ആ ഭാഗത്തൊന്നും നമുക്ക് നിൽക്കാൻ നേരമില്ല, ആ ഭാഗം പെടുന്നു. അതുകൊണ്ട് പ്രമാണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മൾ, നമുക്ക് വേണ്ടിയാണ് പ്രമാണം സൃഷ്ടിക്കപ്പെട്ടത്. ആ ഭാഗം പെടുന്നു. അപ്പോൾ എൻ്റേതെല്ലാം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ പ്രോഗ്രാം, എൻ്റെ പാട്ട്, എൻ്റെ പ്രസംഗം, എൻ്റെ സഭ, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാം എൻ്റേത്. എനിക്ക് പരുക്ക് പറ്റുന്ന ഒരു കാര്യത്തിലും ഞാൻ നിൽക്കത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവരാ, എൻ്റേതെല്ലാം എൻ്റേത്. മൂന്നാമത്തെ ഗ്രൂപ്പ് ആ വഴിയായി. നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട ഒരു പദമുണ്ട്, എന്നാണെന്നറിയോ? മറ്റ് 2 ഭാഗങ്ങളിൽ ഇവർ യാദൃച്ഛിക, നിങ്ങൾ ആ പദം ഇവിടെ ഇരുന്ന് നോക്കാൻ ശ്രമിക്കരുത്. യാദൃച്ഛിക ആ വഴി പുരോഹിതനും ലേവ്യനും വന്നെന്നല്ലേ? എന്നാൽ നിങ്ങൾ തൊട്ട് താഴെ ശമര്യക്കാരനെ കുറിച്ച് എഴുതിയെടുത്ത് ആ പദം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു ശമര്യക്കാരനോ വഴി പോകുകയില്ല, അത്രേ ഉള്ളൂ. ലേവ്യൻ പുരോഹിതനും യാദൃച്ഛികമായി വന്നെന്ന് എഴുതി കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ. പക്ഷെ ശമര്യക്കാരൻ വന്നത് യാദൃച്ഛികമായി എന്ന് കർത്താവ് പറഞ്ഞില്ല. അതിൻ്റെ കാരണം ദൈവമൊക്കെ മനസ്സിലായി. അതൊരു വേദശാസ്ത്ര ചിന്തയാണ്. ഈ ശമര്യക്കാരൻ യേശുവിന് നിഴലാണല്ലോ. യേശു ലോകത്തിലേക്ക് പാപത്താൽ മുറിവേറ്റ മനുഷ്യവർഗത്തെ തേടി വന്നത് യാദൃച്ഛികമായിട്ടല്ല, അത് ദൈവം തൻ്റെ നിർണയത്തിൽ നേരത്തെ നിശ്ചയിച്ചു വെച്ച പദ്ധതിയാണ് എന്ന സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ശമര്യക്കാരൻ വന്നു എന്ന് പറയുന്നിടത്ത് ഏത് പദം ഉപയോഗിക്കാഞ്ഞത്? യാദൃച്ഛികം എന്ന പദം ഉപയോഗിക്കാഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗപ്പെടുന്നു. ഒരു കാര്യം, അവിടെയൊക്കെ കർത്താവിനെ സ്തുതിക്കാൻ വകയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വന്നത് യാദൃച്ഛികമായിട്ടല്ല, പൂർവകാല നിത്യതയിൽ അത് ദൈവം തീരുമാനിച്ച പദ്ധതിയാണ്. സ്തോത്രം. കള്ളന്മാർ ചെയ്തത് ഒരു 3 കാര്യം പറയാനുണ്ട്. വസ്ത്രമഴിച്ചു എന്ന് പറഞ്ഞാൽ അപമാനമാണ്, അല്ലേ? 2, മുറിവേൽപ്പിച്ചു. ശരീരത്തിന് മാത്രമാണോ ആ മുറിവ്? ആ മനസ്സിനും മുറിവുണ്ട്. വിട്ടേച്ചു പോയി. അതെന്തിനെയാണ് കാണിക്കുന്നത്? ഒറ്റപ്പെടുത്തലിനെയാണ് കാണിക്കുന്നത്. അപ്പം അപമാനിക്കപ്പെട്ടവനെയും മുറിവേറ്റവനെയും ഒറ്റപ്പെട്ടവനെയും ആർക്കു വേണ്ട? പുരോഹിതന് വേണ്ട, ലേവ്യന് വേണ്ട. നമ്മുടെ കേരളത്തിലെ ചിത്രം പറഞ്ഞാൽ ബലഹീനരായവരെ, സൗകര്യമില്ലാത്തവരെ, കോളനികളിൽ താമസിക്കുന്നവരെ, ഒരു ഒറ്റമുറിയിൽ താമസിക്കുന്നവരെ ആർക്കും വേണ്ട. ഞാൻ അങ്ങനെയുള്ളൊരു വീട്ടിൽ ഒരു നേതാവ് വിസിറ്റ് ചെയ്യുമോ നമ്മുടെ ഇടയിൽ? നോ. അതൊക്കെ എന്നെ വല്ലാതെ. എന്നിട്ട് കയറി നിന്ന് കാച്ചുന്ന കാച്ച് കേട്ടാല് ഊയ്യോ, ഞങ്ങളുടെ കണ്ണൂരെ ഭാഷ അനുസരിച്ച് കീച്ചുന്ന കീച്ച് കേട്ടാലൊന്നാ. ഞാൻ കേട്ടെ, ഈ മുറിവേറ്റവരെയും ഒറ്റപ്പെട്ടവനെയും ആർക്കും വേണ്ടേ? അപമാനിക്കപ്പെട്ടവനെയും. നമ്മുടെ മനസ്സ് പോകേണ്ടത് അങ്ങോട്ടാണ്. കള്ളന്മാരത് ചെയ്തു, പക്ഷെ പുരോഹിതന്മാർക്ക് വരെ വേണ്ട. ഞാൻ ഈ ഒറ്റപ്പെടലിന്റെ കാര്യം പറയുമ്പോൾ ഒരു ദൂത് പറയട്ടെ. എനിക്ക് നിയോഗമുള്ളത് കൊണ്ട് ഒരു ദൂത് പറയട്ടെ. സ്തോത്രം. ഒറ്റപ്പെടലിന്റെ നൊമ്പരം അനുഭവിച്ചവരോടൊരു ദൂത്. ഈ 100 ആടിൽ ഒരെണ്ണം കാണാതെ പോയല്ലോ.
അതിനെ ഇടയൻ കണ്ടെത്തി. എൻ്റെ പാട്ടിനകത്തുണ്ടത്. കൂട്ടം വിട്ടുപോകും ആടിനെ പോലെ, ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തോളിലെത്തിയിടും. എവിടം വരെയാ? തോളിലേറ്റിടും, വീട്ടിലെത്തും വരെ. ശ്രദ്ധിച്ചേ, ഈ ഇടയൻ ഈ ആടിനെ പോയി കണ്ടെത്തി വീട്ടിലെത്തുന്നത് വരെ തോളിൽ ചുമന്നെന്നാ. ദൂത് മനസ്സിലായോ? ഒറ്റപ്പെടുമ്പോൾ ഓർത്തോണം, പിന്നെ പൊസിഷൻ മാറി. ഒറ്റപ്പെടുന്നവർ പിന്നെ ഇരിക്കുന്ന എവിടാ? ഇടയന്റെ തോളിലാ. അവൻ അനുഭവിച്ചവരിവിടെ ഉണ്ട്. കുടുംബക്കാരുടെ മുൻപിലും സഭക്കാരുടെ മുൻപിലും ജോലിക്കാരുടെ മുമ്പിലുമൊക്കെ ഒറ്റപ്പെടുത്തിയ സമയങ്ങളില്ലേ? മാറ്റി നിർത്തിയ സമയങ്ങളില്ലേ? പക്ഷേ ഒറ്റപ്പെടുന്നവരോട് ദൈവാത്മാവ് ഇടപെടുകയാ. നിന്നെ പിന്നെ ഇടയൻ നടത്തത്തില്ല. ഇല്ല, നിന്നെ പിന്നെ നടത്തത്തില്ല. അവൻ നിന്നെ തോളിൽ ചുമക്കുന്നവനാണ്, തോളിൽ വഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഹുറസേദരെ ഹതനാജനായ. നിങ്ങൾ ഈ ശമര്യക്കാരൻ ചെയ്തതേ ഞാനൊന്ന് വായിക്കുക. സമയം പോകുന്നതുകൊണ്ട് വീട്ടിൽ ചെന്ന് നിങ്ങളിതൊന്ന് എഴുതിയെടുക്കണം. ഞാൻ ഈ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ എഴുതി വെച്ചതൊന്ന് വായിക്കും. ശമര്യക്കാരൻ്റെ 12 സവിശേഷതകൾ. 1, മനസ്സലിഞ്ഞു. 2, അരികെ ചെന്നു. 3, എണ്ണയും വീഞ്ഞും പകർന്നു. 4, മുറിവ് കെട്ടി. 5, വാഹനത്തിൽ കയറ്റി. 6, വഴിയമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പോവല്ല, രക്ഷ ചെയ്തു. രക്ഷ ചെയ്തു. 7, 8, കൂടെ പാർത്തു. കാരണം ഈ ശമര്യക്കാരൻ എന്നാ പോയേ അവിടുന്ന്? അയ്യടാ, പിറ്റേന്നാ പോയേ. ശമര്യക്കാരൻ എന്നാ പോയത്? പിറ്റേന്ന്. അപ്പൊ അത് അവിടെ എന്താ എഴുതി ചേർക്കണം? അത് ഞാൻ കുറെ നേരം ചിന്തിച്ചു. പിറ്റേന്ന് പോയെന്നുള്ള കൂടെ പാർത്തു. അത് ബൈബിളിൽ ഇല്ല കേട്ടോ. പിറ്റേന്ന് പോയെന്ന് പറഞ്ഞാൽ കൂടെ പാർത്തു. 9, നോക്കാൻ ആളിനെ നിയമിച്ചു. പോയപ്പോഴേ ടേക്ക് കെയർ ചെയ്യാൻ ഒരാളിനെ വെച്ചു. ആമേൻ. 10, അതൊക്കെ എൻ്റെ ചങ്ക് തകർക്കുന്ന ചിന്തകളാ, അനുഭവിച്ചതുകൊണ്ടാ. ചെലവ് കാശ് കൊടുത്തു. ഇവനെ അവിടെ എത്ര ദിവസം പാർക്കണമോ അതിനുള്ള ചെലവ് കാശ് കൊടുത്തു. 11, അധികം വല്ലതും ചെലവിട്ടാൽ തന്നേക്കാവെന്ന് ഉറപ്പ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവനോട് 1 രൂപ പോലും നിങ്ങൾ ചോദിക്കരുത്. അവൻ്റെ മുഴുവൻ അപഹരിക്കപ്പെട്ടതാണ്, മുഴുവൻ കള്ളന്മാർ കൊണ്ടുപോയതാണ്. അതിനി ഞാനാകി ആരണ്ടി. 12ാമത്തെ ചിന്ത എന്താ? ഞാൻ വീണ്ടും വരും. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ശമര്യക്കാരൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? 1, പുരോഹിതന്റെ ലേവ്യന്റെ കയ്യിൽ കുറിപ്പ് മാത്രമേ ഉള്ളൂ. അത്ര മതിയല്ലേ? ഇപ്പം പറഞ്ഞു മനസ്സിലായോ? അന്നത്തെ പ്രോഗ്രാമിൻ്റെ കുറിപ്പ് മാത്രമേ ഉള്ളൂ. നല്ലൊരു നോട്ട് തയ്യാറാക്കിക്കൊണ്ടാവാൻ. നോട്ടേ ഉള്ളു കയ്യിൽ, ആരെയും നോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ മാറിപ്പോയത്. പോട്ടെ, പുരോഹിതന്റെ ലേവ്യന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ ശമര്യക്കാരൻ്റെ കയ്യിൽ ദാഹവും ക്ഷീണവും മാറ്റാനുള്ള വീഞ്ഞുണ്ട്. ചിലരത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീഞ്ഞും എണ്ണയും പകർന്ന മുറിവ് കിട്ടുന്നത്. അത് തെറ്റിദ്ധരിക്കരുത്. എണ്ണ പകർന്ന് മുറിവ് കെട്ടി. വീഞ്ഞ് ദാഹശമനത്തിനും ക്ഷീണത്തിനുമുള്ളതാണ്. വീഞ്ഞൊഴിച്ചല്ല മുറിവ് കിട്ടുന്നത്. അപ്പം ദാഹവും ക്ഷീണവും മാറ്റാനുള്ള മുന്തിരി സത്തുണ്ടായിരുന്നു ഈ ശമര്യക്കാരൻ്റെ കയ്യിൽ. മുറിവിനുള്ള എണ്ണയുണ്ടായിരുന്നു. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം തോന്നിയൊരു പദം എന്താണെന്നറിയോ? മുറിവ് കെട്ടി എന്ന് പറഞ്ഞാൽ മുറിവ് കെട്ടാനുള്ള തുണി ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുക, ഈ ശമര്യക്കാരൻ്റെ കയ്യിൽ ഇല്ലാത്തത് എന്താ? മുറിവ് കെട്ടാനുള്ള തുണി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, വാഹനം ഉണ്ടായിരുന്നു. വാഹനം മൃഗത്തിൽ കയറ്റിന്നല്ലേ. മറ്റൊന്ന്, കാശുണ്ടായിരുന്നു. ബാക്കി വേദശാസ്ത്ര ചിന്തകളിലേക്ക് ഞാൻ പോകുന്നു. നമ്മൾ നിർത്തുക. 12 ഗുണങ്ങൾ. ഈ രാത്രിയിൽ എന്താ ഇദ്ദേഹം അവിടെ താമസിച്ചത്? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്തു. എണ്ണയും വീഞ്ഞും പകർന്നു കൊടുത്തു. ദാഹം ശമിപ്പിച്ചു, ക്ഷീണം മാറ്റി, മുറിവ് കെട്ടി. എണ്ണ പകർന്ന് മുറിവ് കെട്ടി,
വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി കാശും കൊടുത്തു. എന്നാൽ പിന്നെ ഈ ശമരിക്കാരന് പോകാഞ്ഞ എന്താ പോകാഞ്ഞ്? ഞാനത് പറഞ്ഞു നിർത്താൻ പോവാ, ശ്രദ്ധിക്കണേ. ഈ ദൂതിന്റെ ഒരു പ്രസക്ത ഒരു ഭാഗമാ. കൂടെ പാർത്തന്ന് പിറ്റേന്നാൾ അയാൾ പോയേ. കാരണം ഈ യാത്രക്കാരൻ അർത്ഥപ്രാണനാ, ശരിക്കും ബോധം തെളിഞ്ഞിട്ടില്ല. ഇയാൾ കൂടെ പാർത്തതിൻ്റെ കാര്യം എനിക്ക് ദൈവാത്മാ പ്രകാശിപ്പിച്ചതെന്ന് ഞാൻ പറയാം. ഈ യാത്രക്കാരൻ്റെ മുറിവിൻ്റെ ആഴം കണ്ടത് ഒരാളേ ഉള്ളൂ. ആരാ? ശബരിക്കാരൻ. ഈ മുറിവേറ്റവൻ പോലും മുറിവിന്റെ ആഴം, കാരണം ബോധം കെട്ടി കിടക്കുകയല്ലേ. ആ മുറിവ് ശമര്യക്കാരെ കെട്ടി, എണ്ണ പകർന്ന് കെട്ടി. അപ്പൊ മുറിവിന്റെ ആഴം കണ്ടത് ആരേ ഉള്ളൂ? ശമര്യക്കാരനേ ഉള്ളൂ. ശമര്യക്കാരന് മനസ്സിലായി കാശ് കൊടുത്തേ ശരിക്കും പോകാൻ പറ്റത്തില്ല. ഈ മുറിവേറ്റ ദിവസം ഇന്ന് രാത്രിയിലായിരിക്കും. ബോധം ഏകദേശം തെളിയുമ്പോ അദ്ദേഹത്തിന് അതിവേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാശ്വാസത്തിന് അദ്ദേഹം തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അന്ന് കൂടെ പാർത്തെന്ന്. ഈ കർത്താവിനെ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല. വേദന കൂടുമ്പോ, അവൻ സങ്കടം കൂടുമ്പോ അവർ കൂടെ പാർക്കുന്നവനാ. സമാധാനായ രാത്രി ദൈവവൈതലേ, പുരോഹിതൻ പൊക്കോട്ടെ, ലേവ്യൻ പൊക്കോട്ടെ, പക്ഷേ വേദനിക്കുന്ന നിന്നെ, മനസ്സുകൊണ്ട് വേദനിക്കുന്ന നിന്നെ, ശരീരം കൊണ്ട് വേദനിക്കുന്ന നിന്നെ ഒറ്റക്കിട്ടേച്ചു പോകാതെ. അതാ ദാവീദ് പറഞ്ഞത്, ദീനത്തിൽ അവൻ എന്റെ കിടക്ക മാറ്റിവിരിക്കുന്നു എന്ന് പറഞ്ഞ, ഞാൻ രോഗിയായി കിടന്നാൽ എന്റെ കിടക്കരികിൽ ഞാൻ കാണുന്നത് എന്നെ വിളിച്ച കർത്താവിനെയാ. യേശു ഇന്ന് രാത്രി തന്റെ ജനത്തെ ഒന്ന് തൊടട്ടെ. വേദനിച്ചു വന്നവരൊക്കെ ഒന്ന് ബലപ്പെടട്ടെ ഇന്ന് രാത്രി. യേശുവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ കരസ്പർശനം ജനം അനുഭവിക്കട്ടെ. ഉടല റിഗല സഗരെ ജഗന ഞാൻ ദൈവദാസനോട് ഒരു 5 മിനിറ്റോടെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ പോയി കാശ് കൊടുത്തേച്ചപ്പോഴും നോക്കിയപ്പോൾ ശരിക്കും ബോധം തെളിഞ്ഞിട്ടില്ല. പാതി എൻ്റെ ഭാവനയത് ശരിക്കും ആളിനെ തിരിച്ചറിയാറായിട്ടില്ല. കാരണം പ്രാണനായിട്ടാണല്ലോ കൊണ്ടുവന്നത്. ഞാൻ ഈ മനുഷ്യനോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു എൻ്റെ പഠനമുറിയിൽ. ഏതാ? ഈ യാത്രക്കാരനോട്. അയാൾക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്താണല്ലോ ഇപ്പം താമസിക്കുന്നത്. ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചേ. വാട്ട് യു വാണ്ട്, വാട്ട് ഈസ് യുവർ ഡിസയർ? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണല്ലോ എരിഹോവിലേക്ക് വന്നത്. ഡെവലപ്പ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തിരിച്ച് എരിഹോവിൽ ചെന്ന് യെരുശലേമിൽ ചെന്ന് എന്താണ് നിങ്ങളുടെ പ്ലാൻ? അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുഖമായാൽ എന്താ അടുത്ത പരിപാടി നമ്മൾ ചോദിക്കില്ലേ? ഒന്ന് ചോദിച്ചേ. ഞാനൊന്ന് ചോദിച്ചു, വാട്ട് ഈസ് പ്ലാൻ, നെക്സ്റ്റ് പ്ലാൻ? ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ ഭാവനയിലൊന്ന് കാണാം. എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ ബിസിനസ് അല്ല, എൻ്റെ കുടുംബം പോലും അല്ല. ഇപ്പം എൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ, എൻ്റെ മുറിവ് കെട്ടിയവനെ
എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല, മനസ്സ് നിറഞ്ഞ്. എൻ്റെ സഭയ്ക്ക് എന്നെ വേണ്ടായിരുന്നു. ഏതാ, എൻ്റെ പുരോഹിതന്മാർക്ക് എന്നെ വേണ്ടായിരുന്നു, ലേവ്യനും വേണ്ടായിരുന്നു. പക്ഷേ ഈ സത്രക്കാരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, വഴിയമ്പലക്കാരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹന മൃഗത്തിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ മുറിവ് കെട്ടിയെന്ന് മാത്രമല്ല, അന്നത്തെ കണക്കനുസരിച്ച് ആ 2 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ദിനാറാണ്. 24 ദിവസത്തെ ചെലവിനുള്ളതുണ്ടെന്നാണ് ഞാനൊരു പുസ്തകത്തിൽ, 24 ദിവസത്തെ ചെലവിനുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് ചെലവ് കാശും തന്ന് എൻ്റെ മുറിവും കെട്ടി അതിവേദന കൊണ്ട് കരഞ്ഞ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ കൂടെ പാർത്ത് ഇനി വരാമെന്ന് പറഞ്ഞു പോയിട്ടില്ലേ. എനിക്കൊരൊറ്റ സ്വപ്നമേ ഉള്ളൂ, എനിക്ക് അവനെ ഒന്ന് മുഖാമുഖ കാണണം. രക്തത്താൽ ജയം കാണണ്ടേ, ഈ മുറിവ് കെട്ടിയവരെ ഒന്ന് കാണണ്ടേ നേരിട്ട്. അതല്ലേ നമ്മുടെ പ്രത്യാശ. നമുക്ക് വേണ്ടി മുറിവേറ്റവൻ, നമ്മുടെ മുറിവ് കെട്ടിയവൻ, നമുക്ക് ചെലവ് കാശ് തന്നവൻ. ചെലവ് കാശ് മാത്രമാണോ തന്നത്? എത്ര നാളത്തേക്കുള്ള ചെലവ് കാശ് അവൻ നമുക്ക് തന്നു. ഈ കർത്താവിന്റെ സ്നേഹം എത്ര ഹൃദയങ്ങളിലുണ്ട്. അവനെ അനുഭവിച്ച ദൈവമക്കളെ, ഒരു നിമിഷം കർത്താവിന്റെ ദാസന്റെ അനുവാദത്തിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു സ്റ്റാൻസ് ഒന്ന് പാടണ്ടേ ഈ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ശമര്യക്കാരൻ മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്? എന്റേതെല്ലാം നിന്റേത്. വണ്ടി, എണ്ണ, വീഞ്ഞ് തുടങ്ങി കാശ്, എന്തുവാ, എല്ലാം നിന്റേതാ. നമുക്കങ്ങനെ ചിലരെ അറിയാം അല്ലേ? ചില വീടുകളിൽ നമ്മൾ ചെന്നാൽ ആ വീടൊന്നും പൂട്ടിയിടുന്നില്ല, റൂമൊന്നും പൂട്ടത്തില്ല, ആർക്കും എവിടെ വേണേലും കയറി ഇറങ്ങാം. നമ്മുടെ ഭാഷ പറഞ്ഞാൽ എന്താ, ഒരടച്ചുപൂട്ടുമില്ല. എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ, പിള്ളേർ കയറി മറിയുന്നെങ്കിൽ മറിയട്ടെ. അതൊന്നും എല്ലാവർക്കും പറ്റില്ല, എല്ലാവർക്കും അത് പറ്റില്ല. പ്രിയരെ, ആ ശമര്യക്കാരനെ കണ്ടോ? എന്റേതെല്ലാം നിന്റേത്. 3 ഗ്രൂപ്പ് ആളുകളെ നാം പരിചയപ്പെട്ടു. നിന്റേതെല്ലാം എന്റേത്, എന്റേതെല്ലാം എന്റേത്, എന്റേതെല്ലാം നിന്റേത്. ഈ വചനധ്യാനം വ്യക്തിപരമായി എന്നോട് ഇടപെട്ടെന്നും എൻ്റെ സ്പിരിച്വൽ ഗ്രാഫ് ഒന്ന് ഉയർത്താൻ ഇന്ന് രാത്രി സന്ദേശം എന്നെ സഹായിച്ചെന്നും ഉള്ളത്തിൽ ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്താമോ?